അയിലേ ഇറച്ചിയാ എന്തിനാ അയില പറഞ്ഞ് ഞാൻ അധികം കളി തക്കാളിയും പഴം ഉണ്ടാവും ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടോ ചിക്കൻ ചിക്കനല്ലേ ആ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ്. നമ്മൾ ചിക്കൻ വാങ്ങിയിട്ടാ ഒരു സിമ്പിളായൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം എങ്ങനെയാ നോക്കാട്ടോ വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും അച്ഛനുണ്ടായിട്ട് അമ്മ ഇരിക്കണെന്ന്. അച്ഛൻ്റെ കൈ മുറിച്ചു മനപ്പൂർവ്വം ചിക്കൻ മുറിച്ചതാ. ഇറച്ചി തേയില വെറുതെ കൊണ്ടിട്ടുണ്ട്. എന്നിട്ട് ബാൻഡേജ് ചുറ്റി അവിടെ കിടന്ന് കരയും, അത്രേ ഉള്ളൂ. പോയിട്ടില്ല. സവാള പൊടി പൊടിയായിരിക്കണം കേട്ടോ. എങ്ങനെ നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. കുറച്ചധികം വെളിച്ചെണ്ണ കേട്ടോ. അതെ അതെ. എണ്ണ ചൂടായി കുറച്ച് തേങ്ങ കൊത്തിട്ടാണ് ഒരു പിടിയുണ്ട്. പുതിയ കരണ്ടി ഉണ്ടത് ഉദ്ഘാടന കുറച്ച് ചെറുതായി പോയി അല്ലേ? കുറച്ച് ചെറുതായി പോയില്ലേ? രണ്ട് തണ്ട് കറിവേപ്പില, ഇതിന് 3 സവാള പൊടി പൊടിയായിരുന്നു കഴിക്കാൻ. ഉള്ളി നന്നായി വഴണ്ട് വരട്ടെ. ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്നുള്ളൂ കേട്ടോ. കുറച്ചും കൂടി ആവാണ്ട് ബ്രൗൺ കളറാവണം കേട്ടോ. നമ്മുടെ തേങ്ങക്കൊത്തും സവാളയും ഏകദേശം ആയിട്ടാ. ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ചാച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, വെളുത്തുള്ളി കുറച്ച് കൂടുതലാണ്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊന്ന് പോട്ടെ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ പോയിട്ട് അത് നന്നായി കുറച്ച് വയ്ക്കുക. അതിൻ്റെ പൊടികളൊക്കെ കൊടുക്കുക. ഇനി 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1.5 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ബാക്കിനൊക്കെ നല്ല സൗണ്ടാണ്, അതുകൊണ്ടൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പുറത്ത് സൗണ്ട് ഇട്ടിട്ടാണ്. എല്ലാവരും ക്ഷമിക്കുക. പൊടികളുടെ പച്ചമുളകൊക്കെ പോട്ടെ. പൊടികളുടെ പച്ചമുളകൊക്കെ പോയിട്ടാ. എനിക്ക് വലിയൊരു തക്കാളി അരച്ചതാണ് കേട്ടോ. ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ തക്കാളിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് പോട്ടെ കേട്ടോ. തക്കാളിൻ്റെ ഒക്കെ പച്ചമണം പോയിട്ടാ. ഇനി നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഒരു 3/4 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. ലെഗ് പീസ് ഉണ്ടോ? ലെഗ് പീസ് ഹാൻഡൊക്കെ ഒരേപോലെയാണ്. ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. നന്നായി ഇളക്കുക. ഒന്ന് അടച്ച് വെച്ച് വേകട്ടെ കേട്ടോ.
ചിക്കൻ റെഡിയായി നോക്കട്ടെ. ഓ വെള്ളമൊക്കെ വെറ്റിയിട്ടാണ്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതാണ്. റോസ്റ്റ് പരിപോയി. സൈഡിൽ കൂടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. കറിവേപ്പില ഒരു ഹരമുണ്ട്. ഓഫാക്കിട്ടോ. അടിപൊളി. സൈഡിൽ കൂടെ എണ്ണയൊക്കെ തെളിയുന്നുണ്ടോ? വെക്കാത്തരൊന്ന് വെച്ച് നോക്കട്ടോ. കുറച്ച് സലാഡ് ഉണ്ടാക്കട്ടെ കേട്ടോ. അന്ന് പച്ചക്കറിയൊന്നും വെച്ചിട്ടില്ല. നല്ല ഉള്ളി പച്ചമുളക് സ്ലൈസായി അരിഞ്ഞതാണ്. കട്ടി തൈര് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. എടുത്തേക്കണം, കുറച്ച് എടുത്തേക്കണം. നാളേക്ക് തൈര് ഉണ്ടാക്കാം. കുറച്ച് ഉപ്പിടുക. ഞങ്ങൾ തൈര് വാങ്ങാം, 2 ദിവസം തൈര് ഉണ്ടാക്കാം, 3-ാമത്തെ ദിവസം ചോറിലൊഴിച്ച് വയ്ക്കും. അതാണ് ബുദ്ധിമാന്മാരായ ഞങ്ങൾ. ഓക്കെ, നൈസായി അരിഞ്ഞിട്ടില്ല ആട്ടെ. ഞായർ സ്പെഷ്യൽ ഇതൊക്കെ ഉള്ളൂ കേട്ടോ. എപ്പോഴൊന്നും ചിക്കൻ വാങ്ങില്ല, വല്ലപ്പോഴും. എനിക്ക് ചപ്പാത്തി ഉണ്ട്, ഞാൻ ചപ്പാത്തിയും ചിക്കനും കൂടി കഴിക്കും. ചിക്കൻ റോസ്റ്റ് വേണ്ട, നല്ല കിടുവായിട്ടുണ്ട് കേട്ടോ. അതുപോലെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. നാളെ കഴിക്കട്ടെ. തേങ്ങാക്കൊത്ത് വേണ്ട, തേങ്ങാക്കൊത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. സത്യം അടിപൊളി തേങ്ങാക്കൊത്താ കഴിച്ചോണ്ടിരിക്കപ്പോൾ ഞാൻ. പച്ചക്കറി ഒന്നും വെച്ചില്ല, എന്നും പച്ചക്കറിയല്ലേ. ഇപ്പം ഞങ്ങൾ സലാഡ് ഉണ്ടാക്കി ഗൈസ്. ഞങ്ങൾക്ക് 7 ദിവസമല്ല, മാസത്തിൽ 1 മാസമായി ഞങ്ങൾ ഇറച്ചി കഴിച്ചിട്ട്. സത്യം ഏപ്പിൾ കഴിച്ചതാ മീൻ. അവിടെ ചപ്പാത്തി ചിക്കൻ കറി കഴിക്കാനാണ് കഴിക്കാൻ പോണോ? ചപ്പാത്തി മതിയോ? ചിക്കൻ കറി കണ്ടാൽ പിന്നെ ചപ്പാത്തി ഉണ്ടല്ലോ, ചോറിലൊന്നും. ബുക്ക് കിട്ടിയത് പൊതിയാട്ടാ. നേട്ടം ലീവല്ലേ, അപ്പോൾ പൊതിയാണ്. അങ്ങോട്ട് ഏൽപ്പിച്ചു പൊതിയാൻ. അച്ഛൻ പോയി ഞാൻ സമാധാനമാവുള്ളൂ. നേട്ടം പൊതിഞ്ഞാൽ സമാധാനമാവുള്ളൂ. ഞാനും പൊതിയും അമ്മയും പൊതിയും, പക്ഷേ അങ്ങനെയല്ല. എന്നാലും അമ്മ മുറുക്കി കൊടുക്കും, അച്ഛൻ പൊതിഞ്ഞ് തരും, ഞാൻ ഒട്ടിക്കും. ഞാൻ പൊക്കിയതൊക്കെ വേസ്റ്റ് ആയാ. ആ ഇതാണ് ഇവിടുത്തെ മെയിൻ പണി. അറ്റം തപ്പി നടക്കും. അപ്പോൾ എന്തിനാ ഇപ്പോൾ ടേപ്പ് എടുക്കണേ? ആ അറ്റം തപ്പാനുള്ള പണി. സ്റ്റേപ്ലർ കേടൊന്ന് പോയി, പിന്നെ അതിനെ പറ്റി നോക്കിയിട്ടില്ല. ബുക്ക് പകുതി ചട്ടിയിട്ടുള്ളൂ കേട്ടോ. ബുക്ക് ചട്ട തികഞ്ഞില്ല. പേപ്പർ കഴിഞ്ഞു. കഴിഞ്ഞ വർഷം വാങ്ങിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു കുറച്ച്. വാങ്ങിട്ട് വന്നിട്ട് വേണം. 4 ബാക്കി. 7 ടെക്സ്റ്റ് ഇട്ടു. നോട്ട്ബുക്ക് കൊടുക്കണം, 4-5 ടെസ്റ്റ് കൊടുക്കണം. നോട്ട്ബുക്ക് കടയിലല്ലോ. അപ്പോൾ ഇത്രയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ.